ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ജൂലിയെ വാക്സിനേഷൻ എടുക്കാൻ കൊണ്ടുവന്നതൊന്ന് കണ്ടാലോ? നോക്കിക്കേ എന്താന്ന്. ജൂലി ഭയങ്കര ഹാപ്പി ആയിട്ട് എവിടെയോ ടാറ്റ പോകാനെന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ആൾക്കറിയില്ലല്ലോ ഇഞ്ചക്ഷൻ വെക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന്. ബെൽറ്റ് എടുത്തപ്പോഴേ ആൾക്ക് മനസ്സിലായി എവിടെയോ കൊണ്ടുപോകാൻ പോകുന്നതെന്ന്. അപ്പോൾ എന്താ മാമൻ വന്നിട്ടുണ്ട് കേട്ടോ ജൂലിയെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം മാമനും ജൂലിയും ഞാനും മോനുമായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ നടന്നു പോകണം. ആൾക്ക് ബെൽറ്റ് അങ്ങ് ഇടുന്നത് താല്പര്യമേ ഇല്ല. അതുകൊണ്ട് മാമൻ എന്ത് ചെയ്തു, ബെൽറ്റ് അങ്ങ് ഊരിയെടുത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വെയിലായതുകൊണ്ട് കൊടയൊക്കെ പിടിച്ച് നടന്നു പോവുകയാണ് കേട്ടോ. റോഡിലോട്ട് എത്തുമ്പോൾ പിന്നെ ഇനി ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ജൂലിയുടെ സന്തോഷം നോക്കണേ. ഓട്ടോയിൽ പോകാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ടേ സൈഡിലിരുന്ന് ഇങ്ങനെ പോകണം. ഭയങ്കര ഇഷ്ടം. ഇപ്പം നോക്കിക്കോ, ചാടി കയറും അയാൾ. എന്നിട്ട് സീറ്റിലങ്ങ് കയറി അങ്ങ് ഇരിക്കും. ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ സീറ്റിൽ കയറുന്നത്. കണ്ടോ, കയറി അങ്ങ് ആളിരിപ്പം തുടങ്ങി. കണ്ടോ, ഭയങ്കര സന്തോഷം. ഒന്ന് കണ്ടു നോക്കണേ. ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ആൾ സൈഡിൽ സീറ്റ് അങ്ങ് പിടിച്ചങ്ങ് ഇരിക്കും. നോക്കിയേ, തല മുഴുവൻ വെളിയിലിട്ടങ്ങ് ഇരിക്കുക. വഴിയിൽ കൂടെ പോകുന്നവരെല്ലാം ജൂലിയെ നോക്കുന്നുണ്ട്. കാരണം വലിയൊരു പട്ടി തലയിട്ട് നോക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയാണ് എല്ലാവരും നോക്കുന്നതേ. നോക്കിയേ, ജൂലിയെ ഞാൻ 2-3 പ്രാവശ്യം പിടിച്ച് അകത്തോട്ട് ഇരുത്താൻ നോക്കി. പക്ഷെ ആൾ വണ്ടിയിൽ പോകുന്ന സന്തോഷത്തിൽ കണ്ടോ, തലയിട്ട് അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി മരുന്ന് മേടിച്ചിട്ടില്ലായിരുന്നേ. അപ്പം പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളിതാ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുകയാണ്. മാമൻ തന്നെയാണ് ജൂലിക്ക് വേണ്ടി മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം ജൂലിയായിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കടയിലുള്ളവരൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ. കാരണം ഇതുപോലത്തെ ഡോഗ്സിൻ്റെ മരുന്നൊക്കെ വിൽക്കുന്ന കട തന്നെയാണത്. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ജൂലിക്ക് മരുന്നൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ. ഇതാണ് ജൂലിയുടെ പാസ്ബുക്ക് കേട്ടോ. എന്ന് വെച്ചാൽ ജൂലിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ഉണ്ട്. വാക്സിൻ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഇത് വേണമല്ലോ, അതുകൊണ്ട് ബുക്കും കയ്യിലെടുത്തു. ഞങ്ങളങ്ങനെ എത്തി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ വിഴിഞ്ഞത്തുള്ള മൃഗാശുപത്രിയാണ് കേട്ടോ. അവിടെ കൊണ്ടുപോയി. അപ്പം മാമൻ ജൂലിയായിട്ട് ഇതാ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ അപ്പോഴത്തേക്കും അകത്തോട്ട് കയറി ബുക്ക് അകത്ത് കൊടുത്ത് ഇഞ്ചക്ഷന് വേണ്ടി എല്ലാം നോക്കി വെരിഫൈ ചെയ്യാൻ വേണ്ടി ബുക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബുക്കൊക്കെ കൊടുത്തു. അപ്പോൾ അവിടെയുള്ള ഡോക്ടർ തന്നെയാണ് അതൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം വന്ന് ജൂലിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണേ. ജൂലി ഭയങ്കര അനുസരണയുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ ഇതാ പറഞ്ഞപ്പോൾ തന്നെ ചാടി, ആൾക്കാർ ഇരിക്കുന്നില്ല, അതിൻ്റെ മുകളിൽ കയറി ഇരിപ്പുമായി. ഇങ്ങനെ കയറി ഇരുന്നതും ആ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുക്കും. പക്ഷേ ജൂലി അങ്ങ് കടിക്കത്തൊന്നുമില്ല കേട്ടോ, മിണ്ടാതിരുന്നു. കുറുക്കിലെടുക്കുകയാണ് കേട്ടോ ഇഞ്ചക്ഷൻ. അപ്പോൾ ജൂലിക്ക് വാക്സിൻ എടുത്തു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. അപ്പം മാമൻ എന്ന് പറയുമ്പോൾ ജൂലി നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പട്ടികളുടെ പ്രേമിയാണ് കേട്ടോ. റോട്ടിൽ തന്നെ ഇഷ്ടംപോലെ സ്വന്തമായിട്ട് പട്ടികളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം വണ്ടിയിൽ എപ്പോഴും ഫുഡ് സ്റ്റോക്കാണ് കേട്ടോ. 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എങ്കിലും കാണും. അപ്പോഴും മാമനാണെങ്കിൽ ജൂലിക്ക് കൊടുക്കാനായിട്ടല്ല, അല്ലാതെ തന്നെ കുറേ പട്ടിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഡ്രൂൾസിൻ്റെ പാക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പോൾ ജൂലിയെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാമൻ വന്നതാണ്. അപ്പോൾ ജൂലിക്ക് വേണ്ടി കരുതി ഡ്രൂൾസ് ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ പിന്നെ അതും ഡോഗ് ബിസ്ക്കറ്റില്ലേ അത്, അപ്പം അതും തിരിച്ച് ഇനി വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എടുത്ത് കൊടുക്കേ. ആൾക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ജൂലി തന്നെ അങ്ങ് കൊണ്ടുപോയിക്കോളും. അപ്പോൾ വായിലിങ്ങനെ കടിച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. അവസാനം ഭയങ്കര സന്തോഷത്തിൽ ആൾ അതിനെ തൂക്കി പിടിച്ചുകൊണ്ട് പോകും. നോക്കിക്കേ, കണ്ടോ. അപ്പോഴിതാ വീട്ടിലെത്തിയപ്പോൾ പിന്നെയും ബെൽറ്റ് വേണ്ട ജൂലിക്ക്. ഞങ്ങളതുകൊണ്ട് ഊരി അങ്ങ് എടുത്തു. വീട്ടിലോട്ട് പോകാൻ കുറച്ച് ദൂരമുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആളിതാ വായിൽ കടിച്ച് പിടിച്ചുകൊണ്ട് ആ പാക്കറ്റോടെ കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ആളത് കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. കണ്ടോ കൊണ്ടുപോകുന്നത്. ഞങ്ങളാരെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കൂടി തരുന്നില്ല. ആളിങ്ങനെ വായിൽ തന്നെ ഇങ്ങനെ കടിച്ച് പിടിച്ചുകൊണ്ട് നടന്നങ്ങ് വരിക. അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.